Friends. ഗ്രാൻഡ്പാ, ഈ ഗ്രാൻഡ്പ ഇത് എവിടെ പോയി? ഗ്രാൻഡ്പാ, എന്താ മോനെ? ഗ്രാൻഡ്പ എന്തിയാ മമ്മി? ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. ഗ്രാൻഡ്പ കാറും എടുത്ത് പുറത്തേക്ക് പോയല്ലോ. ഇത്ര നേരത്തെയോ? ആ, തോമസ് അങ്കിളിന്റെ ഫോൺ വന്നിട്ടുണ്ടായിരുന്നു. ആണോ? ഷോ, എന്തായിരുന്നു മോനെ കാര്യം? എന്നെ ഗാർഡനിലേക്ക് ഒന്ന് ഡ്രോപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കാനായിരുന്നു മമ്മി. അപ്പോ സൈക്കിളിന് എന്തു പറ്റി? ഏയ്, സൈക്കിളിനൊന്നും പറ്റിയില്ല. അവിടം വരെ ചവിട്ടാനൊരു മടി. സൈക്കിൾ ചവിട്ടുന്നത് നല്ലൊരു വ്യായാമല്ലേ മോനെ, പ്രത്യേകിച്ച് രാവിലെ. അതെ, പക്ഷേ ഹലോ, ഞാനാ റോമക്സ്. ഞാനൊരു 3/4 മണിക്കൂറിനുള്ളിൽ ഗാർഡനിൽ എത്തിയേക്കാം റോമക്സ്. അല്പം നേരത്തെ എത്തണം പ്രിൻസേ. അതെന്തിനാ? നമ്മൾ പറഞ്ഞ സമയമാകുന്നല്ലേ ഉള്ളൂ. പ്രിൻസേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ റോമക്സ്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് നമുക്ക് നേരിട്ട് സംസാരിക്കാം പ്രിൻസേ. ശരി റോമക്സേ, ഒരു 10 മിനിറ്റ്, ഞാൻ ദേ വരുന്നു. എന്തുപറ്റി റോമാക്സ് നിനക്ക്? അത് ഞാൻ ആദ്യമായാണല്ലോ നിന്നെ ഇങ്ങനെ കാണുന്നത്. പറയൂ, നിനക്ക് എന്താ സംഭവിച്ചത്? കുറച്ചു ദിവസമായി എനിക്ക് പഠിക്കുവാനോ എന്തെങ്കിലും ശ്രദ്ധിക്കുവാനോ ഒന്നും സാധിക്കുന്നില്ല. എപ്പോഴും ഓരോരോ ചിന്തകള് ഇങ്ങനെ കയറി വരും. തെളിച്ചു പറയൂ റോമാക്സ്. എന്താ ആദം? സ്റ്റെഫി, നമ്മൾ ഇന്ന് എത്ര മണിക്ക് ഗാർഡനിൽ വെച്ച് കണ്ടുമുട്ടാമെന്ന് പറഞ്ഞാണ് പിരിഞ്ഞത്? അത് ഇനിയും 1/2 മണിക്കൂർ കൂടി ഉണ്ടല്ലോ ആദം. ആണല്ലോ, പക്ഷേ ഞാനിപ്പോ പ്രിൻസിനെ ഒരു ബുക്ക് എടുക്കുന്ന കാര്യം ഓർമ്മിപ്പിക്കാൻ വിളിച്ചു. പ്രിൻസിന്റെ മമ്മി പറഞ്ഞത് 10 മിനിറ്റ് മുമ്പേ ഗാർഡനിലേക്ക് പുറപ്പെട്ടെന്നാണ്. ഇത്ര നേരത്തെയോ? പ്രിൻസിന് റോമക്സിന്റെ ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നെന്നും മമ്മി പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു പക്ഷേ 2 പേരും കൂടി ആയിരിക്കും ഗാർഡനിലേക്ക് പോയത്. ഞാൻ റോമക്സിനെ വിളിച്ചിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇവരെന്താ നമ്മളെ ഒഴിവാക്കി ഇത്ര നേരത്തെ അങ്ങോട്ട് പോയത്? അറിയാം ആദം. എന്നാൽ നമുക്കും ഇറങ്ങിയാലോ? ശരി, ഞാനൊരു 10 മിനിറ്റിനുള്ളിൽ എത്തിയേക്കാം. എന്നാൽ സ്റ്റെഫി, ഗാർഡനിൽ വെച്ച് കാണാം. ഓക്കേ ആദം. ഇനി ഞായറാഴ്ച ഒന്ന് കഴിഞ്ഞാലേ ഒരു വിശ്രമം കിട്ടും, അല്ലേ ചായ? പിന്നെ ഒരു ധ്യാനത്തിന്റെ കോർഡിനേഷൻ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാ അത്ര നിസ്സാര കാര്യമാണോ? അതെ അതെ, നമ്മുടെ ലിസ്റ്റും പ്രകാരമുള്ള ഒരുവിധം എല്ലാ കാര്യങ്ങളും അടുത്തല്ലോ അല്ലേ? ഏകദേശം കുറച്ച് കാര്യങ്ങളുടെ തീരുമാനം അറിയാൻ അല്പം വൈകും. ഇനിയും ദിവസങ്ങളുണ്ടല്ലോ, സാരമില്ല. ഞാനും ആ ഒരു കണക്കുകൂടില്ല. ധ്യാനം നയിക്കാൻ എത്തുന്ന അച്ഛന്മാർക്ക് സൗകര്യമൊരുക്കുന്നതിൽ നല്ല ശ്രദ്ധ വേണം. ആർക്കും ഒന്നിനും ഒരു പരാതിയും വരാൻ പാടില്ല. അതെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ടോ ചായ? പള്ളിയിലൊന്ന് വിളിച്ചു പറയിപ്പിക്കുകൂടി ചെയ്താൽ നന്നായിരുന്നേനെ, അല്ലേ തോമസേ? അതൊരു നല്ല മാർഗമാണ്. അറിയാത്തവർ അറിയുകയും ചെയ്യും. ഞായറാഴ്ച ഒന്ന് ആയാൽ മതിയായിരുന്നു, അല്ലേ?
ആദവും സ്റ്റെഫിയും വരുന്നുണ്ടല്ലോ. പറഞ്ഞ സമയത്തിനും മുമ്പാണല്ലോ വരവ്. ചിലപ്പോൾ ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിക്കാം റോമാക്സ്. അതെന്തിനാ? അവരോട് പറയാതെയാ നമ്മൾ നേരത്തെ ഇവിടെ എത്തിയത്. കർത്താവേ, നിങ്ങൾ ഞങ്ങളിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. പ്രിൻസേ, നീയും ഇതിന് കൂട്ടുനിന്നല്ലേ? അതെ പ്രിൻസേ, നിന്നിൽ നിന്നും ഞാനിതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. അവനെ ആരും ഒന്നും പറയരുതേ. ഞാൻ പറഞ്ഞിട്ടാ പ്രിൻസ് നേരത്തെ വന്നത്. അതെന്തിനെന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഞാൻ എല്ലാം പറയാം ഫ്രണ്ട്സ്. ഇത്ര ചെറുപ്പത്തിൽ നീ എന്തിനാ ഇത്രയ്ക്ക് പ്രഷർ പിടിക്കുന്നത്? അതെ, ഒന്നുമില്ലേലും പള്ളിയിൽ പോയി അരമണിക്കൂർ പ്രാർത്ഥിച്ചാലും പോരെ? ഈ മനോവിഷമമെല്ലാം പെട്ടെന്ന് മാറിക്കിട്ടും. അല്ലെങ്കിൽ ഗ്രാൻഡ് പായുമായിട്ട് ഒന്ന് സംസാരിക്കേ. വേണം ഫ്രണ്ട്സ്, അത്യാവശ്യമായി എന്തെങ്കിലും ചെയ്യണം. റോമക്സേ, സോറി. അതെ, ഞങ്ങൾ കാര്യങ്ങളൊന്നും അറിയാതെയാ സംസാരിച്ചത്. സോറി. അതൊന്നും സാരമല്ലോ ഫ്രണ്ട്സ്. ഇതെന്താ പതിവില്ലാതെ താമസിച്ചത്? വരുന്ന ഞായറാഴ്ച നടക്കാനിരിക്കുന്ന ധ്യാനത്തിന്റെ കുറച്ച് കാര്യങ്ങൾ അടുപ്പിക്കാനുണ്ടായിരുന്നു. ഈ ഞായറാഴ്ച പള്ളിയിൽ ധ്യാനമുണ്ടോ? ഉണ്ടല്ലോ. കുറച്ചു മുമ്പാണ് എല്ലാം കൺഫേം ആയത്. നാളെ പള്ളിയിൽ വിളിച്ചു പറയിപ്പിക്കണം. നന്നായി. കുറച്ചു നാളായി ധ്യാനം കൂടിയിട്ട്. ഈ കാര്യം പ്രിൻസിനോടും കൂടി ഒന്ന് പറഞ്ഞേര്. മോനിവിടെ ഇല്ല, കൂട്ടുകാരുടെ അടുത്ത് പോയി. ആണോ? എന്നാ വരുമ്പോ ഒന്ന് സൂചിപ്പിച്ചേര്. ശരി. പിന്നെ ധ്യാനത്തിന്റെ കാര്യം പള്ളിയിൽ വിളിച്ചു പറയിപ്പിക്കുന്നത് ഓർമ്മിപ്പിക്കണോ? വേണ്ടിവരും. ഞാനെങ്ങാനും മറന്നാലോ? എനിക്ക് തോന്നി. ആദം. ഹായ് തോമസ് അങ്കിൾ. മോൻ എവിടെ പോയിട്ട് വരിക? ഞങ്ങളെല്ലാവരും ഗാർഡനിൽ ഉണ്ടായിരുന്നു അങ്കിൾ. ഇപ്പോൾ പിരിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിയാ. ആണോ? അങ്കിൾ എവിടെ പോയിട്ട് വരികയാ? ധ്യാനത്തിന്റെ അറേഞ്ച്മെന്റ് അല്പം കൂടി ഉണ്ടായിരുന്നു. ഇനി കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ. ധ്യാനമോ? എവിടെ? മോൻ അറിഞ്ഞില്ലായിരുന്നല്ലേ? വരുന്ന ഞായറാഴ്ച നമ്മുടെ പള്ളിയിൽ ഒരു ധ്യാനം സംഘടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ പോലെയാണോ അങ്കിൾ? മോനത് ഓർക്കുന്നുണ്ടല്ലേ? പിന്നില്ലേ, എത്ര നല്ല ധ്യാനമായിരുന്നു അത്. അപ്പോൾ അതുപോലൊരു ധ്യാനം ഈ വരുന്ന ഞായറാഴ്ച ഉണ്ട്. മോൻ സുഹൃത്തുക്കളോടൊക്കെ ഒന്ന് പറയണം കേട്ടോ. ശരി അങ്കിൾ, അക്കാര്യം ഞാൻ ഏറ്റു. എന്നാ ശരി മോനെ, നമുക്ക് കാണാം. ബൈ അങ്കിൾ. ഹലോ. നീ ഇത്ര നേരത്തെ അങ്ങ് ചെന്നോ? ഞാനൊന്ന് സംശയിച്ചാണ് വിളിച്ചത്. ഞാൻ ദേ വന്നു കയറിയതേ ഉള്ളൂ ആദം. ഞാൻ വിളിച്ചത് തിരികെ പോകുന്ന വഴി ഞാൻ നമ്മുടെ തോമസ് അങ്കിളിനെ കണ്ടിരുന്നു. എന്നിട്ട്? അങ്കിൾ ഈ ഞായറാഴ്ച പള്ളിയിൽ വെച്ച് നടത്താൻ പോകുന്ന ഒരു ധ്യാനത്തെ കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നു.
എന്നിട്ട് ഗ്രാൻഡ്പ എന്നോട് ഇതേപ്പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. അത് നീ ഇപ്പോൾ വന്ന് കയറിയല്ലേ ഉള്ളൂ. ഗ്രാൻഡ്പ പുറകെ പറഞ്ഞോളൂ. ശരി ശരി. എന്നിട്ട്? വേറൊന്നുമല്ല പ്രിൻസേ, റോമെക്സിന്റെ മനസ്സിന് ഒരു സുഖവുമില്ലെന്ന് ഇന്ന് പറഞ്ഞില്ലായിരുന്നു. നമുക്ക് അവനെ ഈ ധ്യാനം കൂടാൻ വിട്ടാലോ? ആ, അതൊരു നല്ല കാര്യമാണല്ലോ. അല്ല, അങ്കിൾ ഇക്കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് അവന്റെ കാര്യമാ ഓർത്തത്. എന്നാൽ നമുക്കെല്ലാവർക്കും പങ്കെടുത്താലോ? അതും ശരിയാണല്ലോ. ഞാനെന്നാൽ ഗ്രാൻഡ്പയോട് ഇക്കാര്യം ഒന്ന് സംസാരിക്കട്ടെ. ശരി, നമുക്കെന്നാൽ ഗാർഡനിൽ വെച്ച് കാണാം. ഗ്രാൻഡ്പ. ആ, മോൻ വന്നായിരുന്നോ? ദേ വന്നതേ ഉള്ളൂ ഗ്രാൻഡ്പ. വാ, ഇവിടെ ഇരിക്കെ. ഗ്രാൻഡ്പ ഒരു കാര്യം പറയാം. ഞായറാഴ്ചത്തെ ധ്യാനത്തെ പറ്റിയാണോ ഗ്രാൻഡ്പ? ആ, മോനതെങ്ങനെ അറിഞ്ഞു? കുറച്ചു മുമ്പ് ആദം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, ഒരു പക്ഷേ തോമസ് ആദത്തെ കണ്ട് സംസാരിച്ചു കാണും. അതെ ഗ്രാൻഡ്പ. ഗ്രാൻഡ്പ, പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. എന്താ പ്രിൻസ് മോനെ? അത് ഗ്രാൻഡ്പ, ഞാൻ റോമക്സിന്റെ കാര്യമാ പറഞ്ഞു വരുന്നത്. റോമക്സിന് എന്ത് പറ്റി? ഓ, ഇതാണോ ഇത്ര വലിയ കാര്യം? ഇത് നിസ്സാരമല്ലേ. രാവിലെ ധ്യാനത്തിന് കയറി ധ്യാനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ റോമക്സ് ബുദ്ധി ഒരാളാകും. നോക്കിക്കോ. എന്നാൽ ഗ്രാൻഡ്പ, ഞങ്ങൾക്കെല്ലാവർക്കും ധ്യാനം കൂടിയാൽ കൊള്ളാമെന്നുണ്ട്. വളരെ നല്ലത്. ഇതിനായി നമ്മൾ എന്തെല്ലാം കരുതണം ഗ്രാൻഡ്പ? പ്രിൻസ് മോൻ ഒരു കാര്യം ചെയ്യേ. എല്ലാവരെയും ഗാർഡനിലേക്ക് വിളിക്ക്. അപ്പോൾ എല്ലാവർക്കും കേൾക്കാമല്ലോ. എന്തായിരുന്നു അമ്മച്ചി അവരവിടെ ഒരു സംസാരം? ഞായറാഴ്ചത്തെ ധ്യാനത്തെ പറ്റിയായിരുന്നു. ഇതാരും അറിഞ്ഞില്ലെന്ന് തോന്നുന്നല്ലോ. ഇതേപ്പറ്റി ആരും ഒന്നും പറഞ്ഞതായി കേട്ടില്ല. ഇന്നാണ് മോളെ ഇതേപ്പറ്റി ധാരണയായത്. അടുത്ത ദിവസം പള്ളിയിൽ വിളിച്ചു പറയുമായിരിക്കും. പ്രിൻസും ധ്യാനത്തിന് പോകാൻ ഒരുങ്ങുകയാണോ? കുട്ടികളെല്ലാം തന്നെ വരാൻ സാധ്യതയുണ്ടെന്നാ അറിയാൻ സാധിച്ചത്. ആ, നല്ലത്. ഞാനാണേലും ധ്യാനം കൂടിയിട്ട് ഒത്തിരി നാളായി. കഴിഞ്ഞ വർഷത്തെ ധ്യാനത്തെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. നല്ല ആളും ഉണ്ടായിരുന്നു. ഇത്തവണയും അതെ, കഴിഞ്ഞ പ്രാവശ്യം ധ്യാനം നയിച്ചവർ തന്നെയാ ഇത്തവണയും. അപ്പോ ഞായറാഴ്ചത്തെ പ്രോഗ്രാംസ് എല്ലാം മാറ്റിവെക്കാം അല്ലേ അമ്മച്ചി? അതെ മോളെ, ഇത്തവണത്തെ ധ്യാനം നന്നായി കൂടണം. അപ്പൊ നിങ്ങളെല്ലാവരും ധ്യാനം കൂടാൻ തീരുമാനിച്ചല്ലേ? അതെ ഗ്രാൻഡ്പ, ഞങ്ങൾ ഇതുവരെ ഒരുമിച്ച് ധ്യാനം കൂടിയിട്ടുമില്ല. അതൊരനുഭവമാണ് മക്കളെ. ഞാനും ഒത്തിരി നല്ല നല്ല അനുഭവങ്ങളാണ് കേട്ടിട്ടുള്ളത് ഗ്രാൻഡ്പ. എനിക്ക് ധ്യാനം കൂടാൻ ആദ്യം പ്ലാനൊന്നും ഇല്ലായിരുന്നു ഗ്രാൻഡ്പ. പിന്നെ ഇവരെല്ലാം ഉള്ളതുകൊണ്ട് മനസ്സിന് മൊത്തത്തിൽ ഒരു അയവ് കിട്ടും മോളെ. ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ അത്തരത്തിലുള്ളൊരു മാറ്റം ആഗ്രഹിക്കുന്നു ഗ്രാൻഡ്പ. വരുന്ന ഞായറ് നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ മക്കളെ. ധ്യാനത്തിന് പോകുമ്പോ നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും കരുതണോ ഗ്രാൻഡ്പ? ഓ, എന്ത് കരുതാൻ? അല്ല, ഒരു ദിവസം മുഴുവൻ നമ്മൾ ധ്യാനത്തിനായി മാറി നിൽക്കുന്നതല്ലേ. എന്ത് കാര്യം റോമെക്സ്? ധ്യാനം നയിക്കുന്നത് നമ്മളല്ലല്ലോ. പിന്നെ എന്തിനാ ഈ കരുതലൊക്കെ? പറയൂ ഗ്രാൻഡ്പ, നമ്മൾ എന്തൊക്കെയാണ് കരുതേണ്ടത്? നിങ്ങൾ മുതിർന്ന കുട്ടികളല്ലേ. നിങ്ങൾ ഈ ധ്യാനത്തെ എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത് എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ശരി ഗ്രാൻഡ്പ, ഈ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഇതിലെന്താ ഇത്രമാത്രം വെല്ലുവിളിക്കാൻ?
ധ്യാനമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു മക്കളെ? ശരിക്കും ഒരു ഉണർവ് വന്ന പോലെ. എനിക്കുണ്ടായിരുന്ന ആ മടുപ്പെല്ലാം പോയി. മിടുക്കർ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഗ്രാൻഡ്പാ, വേറെ ഒത്തിരി കാര്യങ്ങളും സംഭവിച്ചു. എന്താ സംഭവിച്ചത്? ഗ്രാൻഡ്പ പറഞ്ഞ പോലെ ഞങ്ങൾ കുറച്ച് തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. ബുക്കും പേനയും ബൈബിളുമെല്ലാം ഞങ്ങൾ കരുതിയിരുന്നു. പക്ഷേ സ്റ്റെഫി ഒന്നും തന്നെ കൊണ്ടുവന്നില്ലായിരുന്നു. അതെ, എന്നിട്ട് ഇതിനു വേണ്ടിയെല്ലാം അവിടെ ഓടി നടന്നു. ഗ്രാൻഡ്പ അപ്പോഴേ പറഞ്ഞതല്ലേ. നല്ല രസമുണ്ടായിരുന്നു ആ ഓട്ടം കാണാൻ. ഇത് ആ രാജാവിന്റെയും പണ്ഡിതന്റെയും കഥ പോലെ തന്നെയായല്ലേ ഗ്രാൻഡ്പ? അതേത് കഥ? അത് പ്രിൻസ് കുട്ടിയായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്ത ഒരു കഥയാണ്. ഞങ്ങൾക്കൂടെ അതൊന്ന് പറഞ്ഞതാ ഗ്രാൻഡ്പാ. ഓ, അതിനെന്താ? എന്നാ പിന്നെ നിങ്ങളും കൂടി ശ്രദ്ധിക്കണേ. ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ പ്രശസ്തനായ ഒരു പണ്ഡിതന് ഒരു വടി സമ്മാനിച്ചു. താങ്കളെക്കാൾ വിഡ്ഢിയായ ഒരാളെ കാണുമ്പോൾ ഈ വടി സമ്മാനമായി നൽകണമെന്നും കൽപ്പിച്ചു. പണ്ഡിതൻ വടിയുമായി നാട് ചുറ്റി. വർഷങ്ങൾക്ക് ശേഷം ആ പണ്ഡിതൻ വടിയുമായി കൊട്ടാരത്തിൽ തിരിച്ചെത്തി. രാജാവ് ആസന്ന മരണനായി കിടക്കുകയാണ്. പണ്ഡിതനെ കണ്ട രാജാവ് ചോദിച്ചു, താങ്കളെക്കാൾ വിഡ്ഢിയായ ഒരാളെ കാണാൻ കഴിഞ്ഞില്ല അല്ലേ? അപ്പോൾ അയാൾ മറുപടി പറഞ്ഞു, ഇല്ല തിരുമേനി, ഞാൻ വേണ്ടവിധം തിരക്കിയപ്പോൾ എല്ലാവരും എന്നേക്കാൾ ബുദ്ധിമാന്മാരാണ്. തുടർന്ന് താൻ ഇവിടെ നിന്നും യാത്രയാവുകയാണെന്ന് രാജാവ് പറഞ്ഞു. എങ്ങോട്ടേക്കാണ് യാത്രയെന്ന് ചോദിച്ചപ്പോൾ മറ്റൊരു നാട്ടിലേക്ക് എന്നായിരുന്നു രാജാവിൻ്റെ മറുപടി. തിരിച്ചുവരവിനെപ്പറ്റി ചോദിച്ചപ്പോൾ താനിനി വരുന്നില്ലെന്നും തൻ്റെ അവസാന യാത്രയാണിതെന്നും രാജാവ് പറഞ്ഞു. യാത്രയുടെ ക്രമീകരണങ്ങളെപ്പറ്റി ചോദിച്ചപ്പോൾ രാജാവിൻ്റെ മറുപടി ആ പണ്ഡിതനെ അത്ഭുതപ്പെടുത്തി. അല്ലയോ പണ്ഡിതരെ, താങ്കൾ ആ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. നേരത്തെ ഒരു ക്രമീകരണവും ചെയ്യാനൊത്തില്ല. യാതൊരു തയ്യാറെടുപ്പും കൂടാതെയാണ് എൻ്റെ ഈ യാത്ര. ഇത് കേട്ട പണ്ഡിതൻ പറഞ്ഞു, എങ്കിൽ എന്നെ ഏൽപ്പിച്ച ഈ വടി അങ്ങേക്ക് തന്നെ ഇരിക്കട്ടെ. സ്ഥിരമായി താമസിക്കാൻ പോകുന്നിടത്ത് യാതൊരു മുൻകരുതലും ചെയ്യാത്ത അങ്ങാണ് എന്നെക്കാളും വിഡ്ഢി. ശരിയാ ഗ്രാൻഡ്പാ, ഞാൻ ശരിക്കും വിഡ്ഢിയായി. ഞാൻ ഗ്രാൻഡ്പയുടെയോ ഇവരുടെയോ വാക്കുകൾ കേൾക്കേണ്ടതായിരുന്നു. സാരമില്ല സ്റ്റെഫി, ഇതും നമ്മുടെ അനുഭവങ്ങളുടെ ഏടുകളിൽ കുറിച്ചിടാവുന്ന ഒരു സംഭവമാണ്. ഒരുപക്ഷേ ഇനി ഇത്തരം സംഭവങ്ങൾ സ്റ്റെഫിയുടെ ജീവിതത്തിൽ ഉണ്ടാകില്ലായിരിക്കാം. സോറി ഗ്രാൻഡ്പാ. കേട്ടിട്ടില്ലേ? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഈ നിത്യജീവനു വേണ്ടി നാം ഒരുങ്ങിക്കൊണ്ടേയിരിക്കണം.